ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. തന്തൂരി ചിക്കൻ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു വേറെ എൻ്റെ കൃഷി വിശേഷങ്ങളൊക്കെ ഒന്ന് ലാസ്റ്റിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ കുക്കിംഗ് മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇടുകൊണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ്, 1 കിലോൻ്റെ അടുത്ത്, 1 കിലോനില്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. കഴുകി ഇതുപോലെ വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി നമുക്ക് ഒന്ന് വരിഞ്ഞ് ഇതുപോലെ മസാല തേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ മുളക് പൊടി, കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം. അപ്പോൾ ഒരു കാശ്മീരി ചില്ലി ആണെങ്കിൽ നമുക്കൊരു 3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചിക്കന് ഇതുപോലെ നന്നായി വരിയണം കേട്ടോ. എല്ലിൽ മുട്ടുന്ന വരെ വരിയണം, എന്നാലുള്ളൂ അതിലേക്ക് മസാല ഇറങ്ങി ചെല്ലുക. എന്നിട്ട് ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മസാല തേച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഫാന് നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. നിറയെ ചിക്കൻ വെക്കാൻ പാടില്ല. നിറയെ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറി പോലെ ആകും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഒരു 1.5 മിനിറ്റിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് മറ്റേ മറുഭാഗവും അതുപോലെ 1.5 മിനിറ്റ് നേരം വേവിക്കാം. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഫ്ലെയിം കമ്മിയാക്കാം കേട്ടോ. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഉള്ളിലുള്ള ജ്യൂസ് പുറത്തേക്ക് വരാതെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ പുറത്തൊരു നല്ലൊരു കോട്ടിങ് പോലെ നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് അതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഇതൊരു തന്തൂരി ചിക്കൻ്റെ ഇതിൽ പിന്നെ പുറത്തൊക്കെ നല്ല കരിഞ്ഞ് അങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇടണമെങ്കിൽ ചട്ടി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ, പുകയുടെ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്കൊരു കരിയുടെ കഷ്ണം ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് കണലാക്കിയതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇതുപോലെ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കുറഞ്ഞ പുകയാണെങ്കിൽ നമുക്കതൊരു 1 മിനിറ്റ് നേരം വരെ മൂടി വെക്കാം.
ഇല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മൂടിയിട്ട് പിന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കൃഷിവിശേഷം ഒക്കെ ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ, ഇത് ഞാനിങ്ങനെ ചാക്കിൽ മഞ്ഞൾ നട്ടതാണ്. ഇപ്പോൾ ഇലയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. പറിക്കണ സമയമായി തോന്നുന്നുണ്ട് കേട്ടോ. ആയിട്ടുണ്ട്, കുറേ 6 മാസത്തിൻ്റെ മേലെയൊക്കെ ആയി. അപ്പോൾ അതുപോലെ കിഴങ്ങൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചൺ വേസ്റ്റ് ചാക്കിൽ നിറച്ചിട്ട് വെറുതെ ഒന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നട്ടു നോക്കിയതാണ്. പക്ഷെ നന്നായി വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വണ്ണല്ല കിഴങ്ങുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒക്കെ ഒന്ന് നട്ട് നോക്കണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിനൊന്നും. അപ്പോൾ എന്താ കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒക്കെ പറിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി ഇതാ എൻ്റെ കറിവേപ്പ് ചെടിയാണ് കേട്ടോ. ഇതും അതുപോലെ ഒരു ബാഗിൽ നട്ട് വെച്ചതാണ്. എനിക്കിവിടെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വെയിലും ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ ഇങ്ങനെ നട്ട് വെച്ചതാണ്. നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇലയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചാക്കിൽ നട്ട് വെച്ച ചേമ്പാണ്. അങ്ങനെ കുറച്ച് കാണിക്കുന്നുണ്ട്, ചെറുത്. അതാ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. പറിക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ചിരങ്ങ പടുവ മുളച്ചതാണ്. അതിന് ഞാൻ അങ്ങനെ കളയാതെ പടർത്തി വിട്ടതാണ്. ഇപ്പോൾ നല്ല കായൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇഷ്ടംപോലെ അടുത്തടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഷീറ്റിൻ്റെ മേലെ കുറേ ഉണ്ടായിരുന്നു. അത് ചൂടുകൊണ്ടോയെന്നറിയില്ല, ഷീറ്റിൻ്റെ മേലേക്ക് എനിക്ക് നോക്കാനും പറ്റുന്നില്ല, പോയി. ഇപ്പോൾ ഇവിടെ മേലേക്ക് കയറി വന്നതാണിത്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല കായ് പിടിക്കുന്നുണ്ട്. അതും ഇതുപോലെ ഞാൻ ചേമ്പ് നട്ട ചാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പടുവ മുളച്ച് വന്നതാണ്. അതിന് ഞാനിങ്ങനെ സീറ്റിൻ്റെ മേലെ കയറ്റി വിട്ടതാണ്. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ പറിച്ച് കളയാതെ അതിനിങ്ങനെ സംരക്ഷിച്ച് നിർത്തിയാൽ നമുക്കിതുപോലെ കായ്കളൊക്കെ കിട്ടും. അതാണ് കണ്ടോ, ഇതൊരു ചേമ്പ് ഞാൻ ചാക്കിൽ നട്ടത് തന്നെയാണ്. അതിന് മുളച്ച് വന്നതാണ് മണ്ണ് നിറക്കുമ്പോൾ. അപ്പോൾ ഞാൻ കറി വെച്ച് വിത്ത് ഇങ്ങനെ മുളച്ചോട്ടെ പറഞ്ഞ് സേഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഇത് ഞാൻ വെള്ളമുളക് പാകിയതാട്ടോ, മുളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വലുതായിട്ട് പറിച്ച് വേറെ ബാഗിൽ മാറ്റി നടണം. പിന്നെ അടുത്തത് ഇത് ഞാൻ ചേമക്കായിൻ്റെ ഒരു പുതിയ വിത്ത് നട്ടതാണ്. അതിപ്പോൾ ഇങ്ങനെ ചെടിയായി പടർന്ന് കയറുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു മത്തൻ വള്ളിയാണ് കേട്ടോ. മത്തന് ഇതൊക്കെ ഇതുപോലെ മുളച്ച് വരുന്നതാണ് കേട്ടോ. പിന്നെ കണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ അതങ്ങനെ തെങ്ങിൻ്റെ മേലെ കൂടെയാണ് പടർന്ന് അങ്ങനെ മേലെ പോയിട്ടുണ്ട്. ഇവിടെ പന്തലിടാനൊക്കെ കുറച്ച് സൗകര്യക്കുറവുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുളച്ച സ്ഥലത്ത് തന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ എന്തെങ്കിലും മരമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ കയറ്റി വിടലാണ്. മേലെ കയറിപ്പോയിട്ടുണ്ട്. മൾബറിൻ്റെ മരത്തിൻ്റെ മേലെ കൂടെയാണ് കയറിയിരിക്കുന്നത്. കായ് പറിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇനി 2 ദിവസത്തിൽ ഞാൻ പറിക്കണം. ഇതാണ് വള്ളി കണ്ടോ, അതിൻ്റെ മുരടാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊത്തിയിട്ട് വളമൊക്കെ ഇട്ടെടുക്കും. മൊത്തം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പഴയ മേരക്ക വള്ളിയാണിത് കേട്ടോ. അത് അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 5-8 തളിർപ്പ് ഒരേ വിത്തുനിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമൊക്കെ എൻ്റെ മേലൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഞാൻ നട്ടിട്ട് ഇഷ്ടം പോലെ കായ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ കായ് പറിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, അതാക്കിയിട്ട് അത് മേലെ നിന്ന് തോട്ടിയൊക്കെ ഇട്ടിട്ട് പറിക്കണം. ഇതിൽ പൂവൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ മേലെ
പടർന്ന് കയറിയിട്ടുണ്ട്. കായുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മേലെ ആയതുകൊണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഞാനിങ്ങനെ ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ കിട്ടും, അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും, ഞമ്മക്കും കഴിക്കാനുണ്ടാവും. ഇത് സാമ്പാർ വെക്കാനും ഇറച്ചിയിലിടാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ചാക്കിൽ നട്ട് വെച്ച ഇഞ്ചിയാണ്. ഇഞ്ചി ഇതും നല്ല വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഒരു 1/4 കിലോ ഇഞ്ചി വാങ്ങി ഞാനിതുപോലെ ഇങ്ങനെ നട്ട് വെച്ചതാണ്. ഞാനൊരു ചെടി അതിൽ നിന്ന് പറിച്ച് കാണിക്കാം. അത് അതുപോലെ ഒരു കഷ്ണം ചെറിയൊരു പീസ് നട്ട് വെച്ചതാണ്. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ നട്ടാൽ. പിന്നെ ഇതൊന്നുമല്ല, അന്ന് പറിച്ചപ്പോൾ നല്ല കിഴങ്ങുണ്ടായിരുന്നു. ഞാൻ ആവശ്യമാകുമ്പോൾ ഇങ്ങനെ ഓരോ ചെടി പറിച്ചിട്ട് പോകലാണ്. പിന്നെ ഇത് നമ്മൾ ബട്ടർ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇങ്ങനെ കുരുവിടെ ചേർത്തി വെച്ചതാണ്. അത് അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ട്. കവറിൽ നടണം. ഞങ്ങൾക്ക് കുറച്ച് തോട്ടമുണ്ട്, അവിടെ കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ട് വെച്ചതേനു. അത് കവറിൽ നടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ട്. ഇനി പറിച്ചിട്ട് നടേണ്ടി വരും. അതൊക്കെ ചെയ്യണം, നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ കൃഷി വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത്